പ്രൈസ് ലോർഡ്. പ്രിയരെ, ഏവർക്കും എൻ്റെ വന്ദനം. നിങ്ങളുമായിട്ടൊരു ലഘുചിന്ത പങ്കുവയ്ക്കട്ടെ. വിശുദ്ധ ബൈബിളിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇപ്രകാരം പറഞ്ഞു: എന്നെ അനുഗമിക്കും, എന്നാൽ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. എക്കാലവും ഈ തലമുറയിലും കർത്താവിനെ അനുഗമിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗമിക്കുന്നവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾക്കായി കർത്താവ് ഒരു അനുഗ്രഹം വെച്ചിട്ടുണ്ട്. അത് ഭൗതികതയേക്കാൾ ഉപരി ആത്മീക അനുഗ്രഹങ്ങളും നന്മകളുമായി കർത്താവിൽ നിന്ന് പ്രാപിപ്പാൻ ഈ തലമുറ കർത്താവ് നമ്മെ ഓരോരുത്തരെയും ഇടവരുത്തുമാറാകട്ടെ എന്ന് ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചുമുണ്ട്. വിശുദ്ധ ബൈബിളിൽ കർത്താവിനെ വ്യക്തിപരമായി അനുഗമിച്ച ഒരു വ്യക്തിയെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കാം. ഗന്നേസരത്തിന്റെ തടാകത്തിന്റെ കരയിൽ ഒഴിഞ്ഞ പടകും വലയുമായി നിൽക്കുന്ന ശീമോൻ പത്രോസിന്റെ പടകിനെ നിറച്ച് വലയെ നിറച്ച് പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട വേളയിൽ അരമനാഥനായ കർത്താവ് പറഞ്ഞു: എന്നെ അനുഗമിക്കാൻ, എന്നാൽ ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. മീന് വിട്ടേച്ച് പത്രോസ് യേശുനാഥനെ അനുഗമിച്ചു. അതുകൊണ്ട് സംഭവിച്ചതെന്ത്? മറുരൂപ മലയിൽ കർത്താവിന്റെ മഹിമ കാണുവാൻ ശീമോൻ പത്രോസ് ഇടയായി തീർന്നു. അതുകൊണ്ട് തീർന്നില്ല പ്രിയരെ, ദൈവസഭയുടെ അപ്പോസ്തലന്മാരിൽ പ്രധാനിയായി മനുഷ്യനെ പിടിച്ച് ദൈവസഭയോട് അടുപ്പിക്കുവാൻ പത്രോസിനെ കർത്താവ് ഇടയാക്കി തീർത്തു. യോഹന്നാന്റെ സുവിശേഷ ഭാഗങ്ങളിൽ നാം വായിക്കുമ്പോൾ മരണം കൊണ്ടും കർത്താവിനെ മഹിമപ്പെടുത്തുവാൻ ജീവിതത്തിലൂടെ ശീമോൻ പത്രോസ് ഇടയായി തീർന്നത് ചരിത്രത്തിന്റെ ഭാഗങ്ങളിലൊക്കെ നമുക്ക് വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. ഈ പ്രഭാതവേള ഞാനൊരു ദൂത് പറഞ്ഞതിന്റെ വാക്കുകളെ ഉപസംഹരിക്കാം. മീന് നോക്കാതെ വിളിച്ച നാഥനെ അനുഗമിപ്പാൻ ഇടയായി തീർന്നാൽ മഹിമ കണ്ട് മഹത്വകരമായ ശുശ്രൂഷ ചെയ്ത് മരണം കൊണ്ടും കർത്താവിനെ മഹിമപ്പെടുത്തുവാൻ നമ്മെ ഓരോരുത്തരെയും, ഈ തലമുറയിൽ കർത്താവിനെ അനുഗമിക്കുന്ന നമ്മെ ഓരോരുത്തരെയും കർത്താവ് ഇടവരുത്തുക തന്നെ ചെയ്യും. അതിനെ നമുക്ക് സമർപ്പിക്കുകയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയും ചെയ്യാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്.